അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ആദ്യം തന്നെ കാണിക്കുന്നത് സിദ്ധുവും മലരുമോളും ചെസ്സ് കളിക്കുന്നതാണ്. സിദ്ധു മലരുമോളോട് ഇനി നീ കളിക്കുമെന്ന് പറയുന്നു. അവൾ വളരെ ശ്രദ്ധയോടെ ആലോചിച്ച് ഒരു നീക്കം നടത്തി. എന്നിട്ട് അവിടെ ഇരുന്ന് ചിരിച്ചു. അപ്പോൾ സിദ്ധു നീയാൾ കൊള്ളാലോ അതും പറഞ്ഞ് അവനും ഒരു നീക്കം നടത്താൻ നോക്കുമ്പോഴേക്കും എവിടെ നിന്നോ ചന്ദ്രിക അങ്ങോട്ടേക്ക് കയറി വന്നു. അവൾ ദേഷ്യത്തോടെ മലരിനെ വഴക്ക് പറഞ്ഞു. നീ ഇവിടെ ഇരിക്കായിരുന്നോ? എവിടെയൊക്കെ നിന്നെ അന്വേഷിച്ചെന്നോ? അപ്പോൾ മലര്, അമ്മ എന്തിനാ എന്നെ എല്ലായിടത്തും അന്വേഷിച്ചേ? ഞാൻ സിദ്ധുവിൻ്റെ റൂമിലുണ്ടാവുന്നു, അമ്മയ്ക്കറിയില്ലേ? ഇത് കേട്ട് ചന്ദ്രിക ശാസിക്കും പോലെ പറഞ്ഞു. നന്നായി സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് വാ. അപ്പോൾ മലരുമോള് റിക്വസ്റ്റ് ചെയ്തു. അമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, സിദ്ധു എന്നെ ചെസ്സ് കളിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സിദ്ധുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ചന്ദ്രിക പിന്നെയും, അതെ നിനക്ക് ഇനി ചെസ്സ് കളിക്കേണ്ട ഒരു കുറവും കൂടിയേ ഉള്ളൂ. എന്നിട്ട് വാ പോവാ എന്നും പറഞ്ഞ് അവളെ കൈപിടിച്ചു. ഇത് കണ്ട് സിദ്ധു, എന്തിനാടോ അവളെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അപ്പോൾ ചന്ദ്രിക, അതേ, മനുഷ്യർക്ക് നിയന്ത്രണം വലിയ അത്യാവശ്യ. മനസ്സിനെ പാകപ്പെടുത്തി നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ലെങ്കിലേ ജീവിതം പാഴായി പോകും. അപ്പോൾ സിദ്ധു, ഇതാരോടായി പറയുന്നേ? അപ്പോൾ ആരോടെന്നില്ലാതെ ചന്ദ്രിക പറഞ്ഞു. ഞാൻ പൊതുവേ പറഞ്ഞേ ഉള്ളൂ. എന്നിട്ട് പിന്നെയും ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു. നിയന്ത്രണത്തോടെ ജീവിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഫലം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് മലരുമോളെ നോക്കി പിന്നെയും താക്കിയതുപോലെ പറഞ്ഞു. മലർ, ഇപ്പോൾ നീ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടയിൽ കൊണ്ടുവന്ന് പഠിത്തം മുഴപ്പാൻ നോക്കണ്ട. പോ. ഇത് കേട്ട് മലരുമോള് ഓടിപ്പോയി. ഇതും പറഞ്ഞ് ചന്ദ്രിക സിദ്ധുവിനെ ഒന്ന് നോക്കി തിരിഞ്ഞു നടക്കാൻ പോകുമ്പോഴേക്കും സിദ്ധു പുറകിൽ നിന്ന് വിളിച്ചു. ചന്ദ്രികേ. എന്താ സാർ? എനിക്ക് മനസ്സിലായില്ല, ഇപ്പോൾ നീ കൊടുത്ത അഡ്വൈസ് എല്ലാം മലറിനുള്ളതാണോ അതോ എനിക്കാണോ? അപ്പോൾ ചന്ദ്രിക, സാറിനെ അഡ്വൈസ് ചെയ്യാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല സാർ. നിങ്ങളൊക്കെ വലിയ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ, സാറിന് അറിയാത്തതായി ഒന്നും കാണില്ലല്ലോ. അതും പറഞ്ഞവൾ സ്പീഡിൽ നടന്നുപോയി. അവൾ പോയപ്പോൾ സിദ്ധുവിൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു. ഞാൻ എങ്ങാനും അനുവിനെ സ്നേഹിക്കുമോ എന്നുള്ള ഭയമാണ് ചന്ദ്രികയുടെ മനസ്സിൽ. ചന്ദ്രികയുടെ സംസാരത്തിൽ നിന്ന് അത് വ്യക്തമാവുകയാണ്. അതും ഓർത്തുകൊണ്ടവൻ മനസ്സിൽ പ്രേമത്തോടെ ചിരിച്ചു. പിന്നെ കാണിക്കുന്നത് മലരുമോള് കുറേ ടോയ്സൊക്കെ വെച്ച് കളിക്കുന്നതാണ്. അപ്പോൾ ലക്ഷ്മി അമ്മയും മഹേന്ദ്രൻ സാറും അതിലേ പോവുകയായിരുന്നു. ലക്ഷ്മി അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. ഏട്ടാ, ദേ അങ്ങോട്ട് നോക്കിയേ. എന്നിട്ട് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് മലരുമോള് കളിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് മലരുനോട് ചോദിക്കുകയാണ്. ഓ, എത്ര കാറുണ്ട്? മലരുമോള് കാർ ഓടിച്ച് കളിക്കുകയാണോ? അപ്പോൾ മലര്, അതേ മുത്തശ്ശ, മുത്തശ്ശനും വന്ന് കാർ ഓടിക്ക്. ഞാൻ ഈ കാർ ഓടിക്കണോ? ഓടിക്കും മുത്തശ്ശ. ഓക്കേ, ഞാൻ ഏത് കാറാണ് ഓടിക്കുക? അപ്പോൾ കൂട്ടത്തിലൊരു വലിയ കാറ് ചൂണ്ടിക്കാണിച്ച് മലര് പറഞ്ഞു. ഈ കാർ ഓടിച്ചോ മുത്തശ്ശ? ഓ, ഇത്ര വലിയ കാറോ? ശരി എന്നും പറഞ്ഞ് അയാളും കുട്ടിയുടെ കൂടെ കൂടി. അപ്പോൾ ഇത് കണ്ട് ലക്ഷ്മി അമ്മ, മലർ, മുത്തശ്ശിക്കോ? മുത്തശ്ശിയും ഒരു കാറെടുത്ത് ഓടിക്കും മുത്തശ്ശി. തന്നെ, ഞാനും ഓടിക്കട്ടെ. അവർ രണ്ടുപേരും ആസ്വദിച്ച് മലരുമോളുടെ കൂടെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ മഹേന്ദ്രൻ സാറ്, കൊള്ളാമല്ലോ, മലർ എത്ര കാറാ വാങ്ങി വെച്ചിരിക്കുന്നത്. മലർ പണക്കാരിയായി. അപ്പോൾ ആ കുഞ്ഞു മനസ്സിൽ നല്ലൊരു അഭിമാനത്തിൻ്റെ ചിരി വിടർന്നു. ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചപ്പുറത്തു നിന്നും വരികയായിരുന്ന മേഘയും മുത്തശ്ശിയും നോക്കുന്നുണ്ടായിരുന്നു. മലര് പറയാണ് മുത്തശ്ശനോട്, എനിക്ക് ഈ കാറെന്ന് വെച്ചാൽ വലിയ ഇഷ്ടം മുത്തശ്ശ. ആഹാ, ആണോ? ഞാൻ പഠിച്ച് ജോലിക്ക് പോയി ആദ്യ കാറായിരിക്കും വാങ്ങുന്നത് മുത്തശ്ശ. അപ്പോൾ ലക്ഷ്മി അമ്മയുടെയും മഹേന്ദ്ര സാറിൻ്റെയും മുഖത്ത് പുഞ്ചിരി വിടർന്നു. മഹേന്ദ്ര സാർ ലക്ഷ്മിയോട് പറഞ്ഞു. കണ്ടില്ലേ ലക്ഷ്മി, മലരിൻ്റെ ആഗ്രഹം. ലക്ഷ്മി അമ്മ മലരുമോളോട് പറഞ്ഞു. ഉറപ്പായിട്ടും നീ ഒരുപാട് സമ്പാദിച്ച് കാറ് തന്നെ വാങ്ങണം. അതിനുള്ള അനുഗ്രഹം ദൈവം നിനക്ക് ഉറപ്പായിട്ടും തരും. അപ്പോൾ മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ്. ശരി, കാർ വാങ്ങിയിട്ട് ആരെയൊക്കെ അതിൽ കൊണ്ടുപോകും? അപ്പോൾ അവള്, അമ്മേ, മുത്തശ്ശനെ, മുത്തശ്ശിയെ, പിന്നെ സിദ്ധുവിനെയും കൂട്ടിക്കൊണ്ടുപോകും മുത്തശ്ശ. അപ്പോൾ ഇപ്പുറത്ത് നിന്ന് ഇതെല്ലാം കേൾക്കുന്ന മേഘയുടെ മനസ്സിലൊരു ആദി ഉണ്ടായി. അപ്പോൾ മാലതി മുത്തശ്ശി ഇത് കേട്ട് മേഘയ്ക്ക് ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാവരെയും കാറിൽ കൊണ്ടുപോയി ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കി വിട്ടേക്കണം. എല്ലാ എണ്ണവും ഒറ്റയടിക്കങ്ങ് തീരട്ടെ. പ്രാഗും പോലെ പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയാം,
അപ്പോഴെങ്കിലും എൻ്റെ മേഘയ്ക്ക് നല്ലത് വരുമല്ലോ. 3 പേരുടെയും സ്നേഹത്തോടെയുള്ള കളികളും കൊച്ചു വർത്താനങ്ങളും ഒക്കെ കേട്ട് മേഘയ്ക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായില്ല. മുത്തശ്ശി പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു, കണ്ടില്ലേ മേഘ, ഇച്ചിരിയേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ആഗ്രഹം എന്താ നോക്ക്. ഈ പ്രായത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ഇവള് വലുതായാൽ എന്തൊക്കെയായിരിക്കും ആഗ്രഹിച്ചു കൂട്ടുന്നേ. നമ്മളെയൊക്കെ ഈ വീട്ടിൽ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ? അതൊരിക്കലും ഉണ്ടാവില്ല. വീടിന് പുറകിലത്തെ പശുത്തൊഴുത്തിൽ താമസിക്കാൻ നമ്മളോട് അവൾ പറയും. ഇതൊക്കെ കേട്ട് മേഘയ്ക്കാണെങ്കിൽ ആകെ ആദ്യ പിടിച്ച പോലെയായി. ആദ്യം ഇവളുടെ അമ്മയെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, എന്നാലേ നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ. അപ്പോൾ മേഘ പറഞ്ഞു, എല്ലാത്തിനും എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം മുത്തശ്ശി, അല്ലെങ്കിൽ മുത്തശ്ശി പറഞ്ഞ പോലെ നമ്മുടെ ഗതി അതോ ഗതിയാവും. അപ്പോൾ ഇപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മലരുമോള് പറഞ്ഞു, മുത്തശ്ശ, അമ്മയ്ക്ക് സ്കൂട്ടി വാങ്ങിക്കൊടുത്തില്ലേ, അതുപോലെ കാറും വാങ്ങിക്കൊടുക്കുമോ മുത്തശ്ശ? ഇത് കേട്ട് പുറകിൽ നിൽക്കുന്ന മുത്തശ്ശിയും മേഘയും വായിൽ കൈവച്ചു പോയി. അപ്പോൾ മഹേന്ദ്രൻ സാറ് ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് മലരുമോളോട് പറഞ്ഞു, അതിനെന്താ മോളെ, വാങ്ങിക്കൊടുത്തിട്ട് തന്നെ കാര്യം. മലരുമോൾക്ക് സന്തോഷമായി. അപ്പോൾ മഹേന്ദ്രൻ സാർ ലക്ഷ്മിയോട്, നീ എന്തു പറയുന്നു ലക്ഷ്മി, തീർച്ചയായിട്ടും വാങ്ങിക്കൊടുക്കാം. ഇതൊക്കെ കേട്ട് പുറകിൽ നിന്നും മുത്തശ്ശി പിന്നെയും പിറുവിറുത്തു. ഈ ലോകത്തിൽ ആരെങ്കിലും ജോലിക്കാരിക്ക് കാറ് വാങ്ങിക്കൊടുത്തായി കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ പറയണമെങ്കിൽ ഇവളുടെ ബുദ്ധി എന്തായിരിക്കും? ഇവരൊക്കെ ചന്ദ്രികയാണ് സ്വന്തം മോളെന്ന് അറിഞ്ഞാൽ എന്നെയും നിന്നെയും ഒക്കെ ചന്ദ്രികയ്ക്ക് മുതുക് തടയി കൊടുക്കാൻ വേണ്ടി പറയും. നീ അത് കണ്ടോ? മേഘയാണെങ്കിൽ ആദ്യം പിടിച്ച് ഉരുകിയിരിക്കുകയാണ്. മലരുമോള് പിന്നെയും മുത്തശ്ശനോട്, മുത്തശ്ശ, അമ്മയെ കാർ ഓടിക്കാൻ മുത്തശ്ശൻ പഠിപ്പിക്കുമോ? അതിനെന്താ മോളെ, പഠിപ്പിക്കാമല്ലോ. അപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് കാർ ഓടിക്കാൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിപ്പിക്കാം, അത് വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ മഹേന്ദ്രൻ സാർ ചിരിച്ചു. പിന്നെയും മലരുമോള്, അമ്മേനെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുമെങ്കിൽ എന്നെയും കാർ ഓടിക്കാൻ പഠിപ്പിക്കുമോ മുത്തശ്ശ? അതിനെന്താടാ, ഞാൻ പഠിപ്പിച്ചു തരാന്നേ, നീ അമ്മയോട് ചോദിച്ചിട്ട് പറയുമോ? ഇതൊക്കെ കേട്ട് പുറകിൽ നിൽക്കുന്ന മേഘയ്ക്കും മുത്തശ്ശിക്കും കുശുമ്പ് കുത്തി. മുത്തശ്ശി മേഘയോട്, മഹേന്ദ്രൻ ഒരു കമ്പനിയുടെ ഉടമസ്ഥനാ, അവസാനം ഒരു ജോലിക്കാരിയുടെ ഡ്രൈവർ ആവാൻ പോകുന്നു. എന്ത് ചെയ്യാനാ, ഇതൊക്കെ കണ്ട് ഈ വീട്ടിൽ തന്നെ ഒടുങ്ങണമല്ലോ ദൈവമേ. ഇതെല്ലാം കണ്ട് സഹികെട്ട് മുത്തശ്ശി മേഘയോട്, വാ നമുക്കകത്തേക്ക് പോകാം, വാ നടക്ക്. ഇപ്പുറത്ത് 3 പേരും ആസ്വദിച്ച് കളിക്കുകയാണ്. മഹേന്ദ്രൻ സാറിൻ്റെ കളി കണ്ട് ലക്ഷ്മി അമ്മ, ഏട്ടനെന്താ ചെറിയ കുട്ടികളെ പോലെ? ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ കളിക്കാൻ അവസരം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. ലക്ഷ്മി അമ്മ അത് കേട്ട് ചിരിച്ചു. അതും ആരുടെ കൂടെയാ? എൻ്റെ ചെറുമകളുടെ കൂടെ. പിന്നെ കാണിക്കുന്നത് ആരെയോ വെയിറ്റ് ചെയ്തുകൊണ്ട് പാർക്കിൽ നിൽക്കുന്ന മേഘയാണ്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചന്ദ്രൻ വരുന്നു. ആഹാ, എന്താ മോളെ, എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്തേലും പ്രശ്നമുണ്ടോ? അതേ അച്ഛ, ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്, അതിനു വേണ്ടിയാ. വാ ഇരിക്കും മോളെ. പിന്നെ അച്ഛ, ഓഫീസിലേക്ക് പോകാനേ തോന്നുന്നില്ല, അതാ ഇങ്ങോട്ടേക്ക് വന്നത്. അച്ഛനെ കണ്ട് സംസാരിച്ചിട്ട് പോയാൽ മനസ്സിന് സമാധാനം കിട്ടുമെന്ന് കരുതി. എന്താ മോളെ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ മനീഷിന് എല്ലാ സത്യവും മനസ്സിലായി അച്ഛ. ഇത് കേട്ട് ചന്ദ്രൻ ഞെട്ടിപ്പോയി. എന്താ മോളെ പറയുന്നേ? മനീഷിന് അങ്ങനെ എന്ത് സത്യം മനസ്സിലായെന്നാ? അവൾ എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിടാതെ അച്ഛന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെയാ സംഭവിച്ചത്. ഇതെല്ലാം കേട്ട് ചന്ദ്രന് തല പെരുകുന്നത് പോലെ തോന്നി. അയാൾ പറഞ്ഞു, എന്താ മോളെ, ഇത്രയൊക്കെ നടന്നിട്ട് നീ എന്താ എന്നോട് മുൻകൂട്ടി പറയാതിരുന്നേ? പറഞ്ഞിരുന്നെങ്കിൽ അവന് ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നല്ലോ. മനീഷിന് അറിയാവുന്ന സത്യവും വീട്ടിൽ പോയി പറഞ്ഞാൽ പിന്നെ എല്ലാം അവസാനിക്കും അച്ഛാ. എന്നോട് മനീഷിനൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ പറയും. എൻ്റെ സിദ്ധാർത്ഥിൻ്റെ വിവാഹം പിന്നെ നടക്കില്ല. അപ്പോൾ ചന്ദ്രൻ വാശിയോടെ, ഇല്ല മോളെ, സിദ്ധുവുമായിട്ടുള്ള നിൻ്റെ വിവാഹം നടന്നേ പറ്റൂ. എന്നാലേ ആ വീട്ടിൽ നിനക്ക് അവകാശത്തോടെ കഴിയാൻ പറ്റൂ. ഉറപ്പായും നീ മഹേന്ദ്രൻ്റെ മകളല്ലാത്തത് കൊണ്ട് സ്വത്ത് തരാൻ അവരൊന്ന് ആലോചിക്കും. നീ സിദ്ധാർത്ഥനെ വിവാഹം കഴിച്ചാലേ എല്ലാ സ്വത്തുക്കളും നിനക്ക് അനുഭവിക്കാൻ കഴിയൂ. എന്നിട്ട് അവസാനം ചോദിച്ചു, ഇപ്പോൾ എന്താ മോളെ ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ മനീഷിനെ കൊണ്ട് ഒരു കാര്യവും ആരോടും പറയരുതെന്ന് പറഞ്ഞ് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പ്രിയ അയാളുടെ മകളാണെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞത് അവൻ അനുസരിക്കുമോ? അറിയില്ല അച്ഛാ, അവനെ എനിക്ക് നല്ല പേടിയുണ്ട്. അവൻ എടുത്തു ചാടി എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാം അവസാനിക്കും.
ഇനി എന്താ മോളെ ചെയ്യുക? മനീഷ് ഈ നാട്ടിലുണ്ടാവാൻ പാടില്ല. അവനിവിടെ ഉണ്ടായാൽ എനിക്ക് പ്രശ്നമാണ്. ശരി മോളെ, അവനെ ഞാൻ നോക്കിക്കോളാം. നീ സമാധാനമായിട്ടിരിക്കുക. അവസരം കിട്ടുമ്പോൾ അവൻ്റെ കാര്യം ഞാൻ തന്നെ തീർത്തേക്കാം. ആ ശരി അച്ഛാ. അവൾക്കല്പം സമാധാനം കിട്ടി. പിന്നെ കാണിക്കുന്നത് മലരിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ലക്ഷ്മി അമ്മയും മഹേന്ദ്ര സാറും വന്നു. അവർ ഒരു സൈഡിൽ നിന്നും അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി അമ്മ മഹേന്ദ്രൻ സാറിനോട്, ഏട്ടാ, നമുക്ക് ചന്ദ്രികയ്ക്ക് ഒരു കാറ് വാങ്ങിക്കൊടുത്താലോ? വാങ്ങിക്കൊടുക്കാം. അതിനു മുന്നേ അവൾ കാർ ഓടിക്കാൻ പഠിക്കണമല്ലോ. ഇപ്പോൾ ഏട്ടൻ ഫ്രീ ആയിട്ടല്ലേ ഇരിക്കുന്നേ, അവൾക്ക് കാർ ഓടിച്ചാൻ പഠിപ്പിച്ചു കൊടുക്ക്. അപ്പോൾ മഹേന്ദ്ര സാർ, ഇപ്പോഴോ? ഇപ്പം തന്നെ. നല്ല കാര്യങ്ങൾ മാറ്റിവെക്കാൻ പാടില്ല എന്നാ. ഇപ്പം തന്നെ പറഞ്ഞു കൊടുക്ക്. ആ ശരി ലക്ഷ്മി. അതും പറഞ്ഞവർ രണ്ടുപേരും ചന്ദ്രികയുടെ മലയറിൻ്റെ അടുത്തേക്ക് പോയി. ചന്ദ്രികേ, എന്താ സാർ? ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ ചെയ്യുമോ? എന്താ സാർ അങ്ങനെ ചോദിക്കുന്നേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുമല്ലോ. വന്ന് കാറിൽ കയറ്. നമ്മൾ എങ്ങോട്ട് പോവുക സാർ? ഞാൻ നിന്നെ കാർ ഓടിക്കാൻ പഠിപ്പിക്കാൻ പോവുക. ചന്ദ്രികയ്ക്ക് അത് കേട്ട് ഭയങ്കര സന്തോഷമായി. അയ്യോ, ചുമ്മാ തമാശ പറയല്ലേ സാർ. അപ്പോൾ മഹേന്ദ്ര സാർ ചിരിച്ചു. ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? പെൺകുട്ടികൾ കാർ ഓടിക്കാൻ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ എല്ലാ പെൺകുട്ടികളും ഈസി ആയിട്ടല്ലേ കാർ ഓടിക്കുന്നത്. അതൊരു വലിയ കാര്യമൊന്നുമല്ല. നീ കാർ ഓടിക്കാൻ പഠിച്ചാൽ മലരിനെയും ലക്ഷ്മിയെയും ഒക്കെ പുറത്തു കൊണ്ടുപോകാമല്ലോ. അതിന് ഇവിടെ കുറേ ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ സാർ. അപ്പോൾ പിന്നെ മഹേന്ദ്ര സാർ, ലക്ഷ്മിക്ക് ഡ്രൈവേഴ്സിൻ്റെ കൂടെ പോകുന്നത് ഇഷ്ടമല്ല. നീ കാർ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിന്നോടൊപ്പം സന്തോഷത്തോടെ വരുമല്ലോ. അപ്പോൾ ലക്ഷ്മി അമ്മയും സന്തോഷത്തോടെ, അതേ ചന്ദ്രികെ, നീ കാർ ഓടിക്കാൻ പഠിച്ചാൽ നിനക്കും എനിക്കും മലരിനും ഒക്കെ ഇഷ്ടമുള്ളിടത്തൊക്കെ പോവാമല്ലോ. ഡ്രൈവറെ നോക്കി നിൽക്കണ്ടല്ലോ. പിന്നെ നമ്മൾ 3 പേരും കൂടി ചേർത്ത് പോവുകയാണെങ്കിൽ വളരെ കംഫർട്ടബിളായി പോവാമല്ലോ. അപ്പോൾ ചന്ദ്രികയും സന്തോഷത്തോടെ, അതൊക്കെ ശരിയാ. ലക്ഷ്മി അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ വേണ്ടാന്ന് പറയില്ല. ഉറപ്പായിട്ടും ഞാൻ കാർ ഓടിക്കാൻ പഠിക്കാം സാർ. അപ്പോൾ മഹേന്ദ്രൻ സാർ, അങ്ങനെ വഴിക്ക് വാ. ലക്ഷ്മി, നീയും വന്ന് കാറിൽ കയറ്. ശരിയേട്ടാ. അപ്പോൾ മലരുമോൾക്കും ഭയങ്കര സന്തോഷമായി. അവൾ കൈകൊട്ടി, ഹായ്, മുത്തശ്ശൻ അമ്മയെ കാർ ഓടിക്കാൻ പഠിപ്പിക്കാൻ പോവാണല്ലോ. വാ മലർ, നീയും കയറിക്കോ. വാ, നീ ചെല്ല്, അമ്മ ബുക്ക് എടുത്ത് വെച്ചിട്ട് വരാം. അങ്ങനെ 4 പേരും കൂടി വണ്ടിയിൽ കയറാൻ പോയി. വാ ചന്ദ്രികെ, കയറിയിരിക്കും ചന്ദ്രികെ. ചാവി എടുത്ത് മഹേന്ദ്രൻ സാറ് ചന്ദ്രികയ്ക്ക് കൊടുത്തു. തുറക്ക്. അവൾ സന്തോഷവും എക്സൈറ്റ്മെൻറ്റൊക്കെ കൊണ്ട് ചാവി എടുത്തിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. അപ്പോൾ മഹേന്ദ്ര സാർ അവരൊന്ന് പറഞ്ഞു കൊടുത്തു, കോൺഫിഡൻ്റായി കയറിയിരിക്കൂ ചന്ദ്രികയെ. അങ്ങനെ അവൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ഇപ്പുറത്തെ വശത്ത് മഹേന്ദ്രൻ സാറും, പുറകിൽ മുത്തശ്ശിയും ചെറിയ മോളും. ചന്ദ്രിക ഡ്രൈവിംഗ് സീറ്റിൽ സ്റ്റിയറിങ്ങിൽ തൊഴുതുകൊണ്ട് മഹേന്ദ്ര സാറിനോട് പറഞ്ഞു, സാർ പറഞ്ഞത് കേട്ട് ആലോചിക്കാതെ കയറിയിരുന്നതാ, പക്ഷെ നെഞ്ചിപ്പോൾ പടപടാന്നിടിക്കുക. അപ്പോൾ ചിരിച്ചുകൊണ്ട് മഹേന്ദ്ര സാറ്, അങ്ങനെയൊന്നുമില്ല ചന്ദ്രികയെ, സ്കൂട്ടർ ഓടിക്കുന്നതിനേക്കാൾ കാർ ഓടിക്കുന്നത് വളരെ എളുപ്പമാണ്. നീ ആദ്യം സീറ്റ് ബെൽറ്റ് ഇട്, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് മഹേന്ദ്രൻ ആ ഭാഗത്തുള്ള സീറ്റ് ബെൽറ്റ് ഇട്ട് അവൾക്ക് കാണിച്ചു കൊടുത്തു. ഇത് ഇങ്ങനെ ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് സീറ്റ് ബെൽറ്റ് ലോക്ക് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു. ഓക്കെ. സോ കാലിന് താഴെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ 3 ഉണ്ടാവും. ദേ താഴെ നോക്ക്, കണ്ടില്ലേ? ചന്ദ്രിക ഓരോന്നും നോക്കി. മഹേന്ദ്ര സാറ് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു, അതിൽ ക്ലച്ചിൽ ആദ്യം ചവിട്ടിയിട്ട് ഇവിടെ ഗിയർ ഉണ്ട്, കണ്ടില്ലേ? അതിൽ ഫസ്റ്റ് ഗിയർ എണ്ണം, ഇങ്ങോട്ടാണ് ഫസ്റ്റ് ഗിയർ. നോക്കിയേ, ഇപ്പോൾ തിരിച്ച് ന്യൂട്രലിലേക്ക് വന്നു. പിന്നെ സെക്കൻഡ് ഗിയർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഗിയർ. ഓക്കെ? ഓരോന്നും അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവൾ തലയാട്ടി സമ്മതിച്ചു. എന്നിട്ട് ചോദിച്ചു, ഓക്കെ അല്ലേ? ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാമോ? അപ്പോൾ ചന്ദ്രികയും അതുപോലെ ചെയ്തു നോക്കി. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഗിയർ, ഇത് സെക്കൻഡ്, ഇത് റിവേഴ്സ്. ഓക്കെ. അത്രയേ ഉള്ളൂ. ഇനി കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലച്ചിൽ ലൈറ്റായി ചവിട്ടി പിന്നെ പതുക്കെ റിലീസ് ചെയ്യണം. ചന്ദ്രിക കാർ സ്റ്റാർട്ട് ചെയ്തു. പതുക്കെ. അവൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുന്നോട്ടേക്ക് എടുത്തു. അങ്ങനെ ആ വീടിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് അങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്തു മഹേന്ദ്ര സാർ. തെറ്റില്ലാത്ത രീതിയിൽ ചന്ദ്രിക വണ്ടിയെടുക്കാൻ അങ്ങനെ പഠിച്ചു. ഇതെല്ലാം വീടിൻ്റെ മുറ്റത്ത് നിന്ന് മേഘയും മുത്തശ്ശിയും നോക്കുന്നുണ്ടായിരുന്നു. അന്തമിട്ട് നിൽക്കുകയായിരുന്നു അവർ. മുത്തശ്ശി മേഘയോട്, അയ്യയ്യോ,
ഈ വേണ്ടാത്തതൊക്കെ കാണാൻ വേണ്ടിയായിരിക്കും ദൈവം എന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. അടുത്ത ഭാഗം കുറച്ച് നോക്കാം. സിദ്ധു ചന്ദ്രികയോട് പറയുകയാണ്, ഇതിനും അപ്പുറം കാത്തിരിക്കുന്നതിന് അർത്ഥമില്ല. അനു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ ചന്ദ്രികയുടെ കണ്ണ് നിറഞ്ഞു. ഞാൻ ഇറങ്ങുന്നു ചന്ദ്രികയെ. ചന്ദ്രിക നിറകണ്ണുകളോടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വാതിൽ തുറക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച ബൊക്കയുമായി സിദ്ധു അനുവിൻ്റെ അടുത്തിരിക്കുന്നതാണ്. ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത നല്ല ഒരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ.